ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. നാഗേന്ദ്രൻ്റെ ആ ഒരു പഴയ സ്വഭാവത്തെക്കുറിച്ച് നമ്മുടെ പഴയ ആ ഒരു കഥകളെല്ലാം തന്നെ ആദർശനോട് തുറന്നു പറയാണ് മുമ്പത്തെ അവിടെ ഉണ്ടായിരുന്നൊരു ജോലിക്കാരൻ. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ എല്ലാം പറഞ്ഞു, ശങ്കരേട്ടൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നാഗേന്ദ്രൻ പഞ്ചപാവമായിരുന്നു, അയാളെ ആ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ശരിക്കും പറഞ്ഞാൽ ജലജയാണ്. ജലജയ്ക്ക് പണത്തിനോടുള്ള ആർത്തിയും അത്യാഗ്രഹവും മുമ്പേ ഉണ്ടായിരുന്നു. പണത്തിൻ്റെ മുകളിലാണ് ജനിച്ച് വളർന്നെങ്കിലും പണത്തിനോട് വല്ലാത്ത ആർത്തിയായിരുന്നു ജലജയ്ക്ക്. ശരിക്കും പറഞ്ഞാൽ ജലജയാണ് നമ്മുടെ നാഗേന്ദ്രനെ ചതിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കഥകൾ കൂടി ഈ ശങ്കരേട്ടൻ പറഞ്ഞു കൊടുക്കണം. അന്ന് ഈ ഒരു അതായത് ആ ഒരു വിലപിടിപ്പുള്ള ആ ഒരു ജർമ്മൻ ഡിസൈൻ എന്ന് പറഞ്ഞൊരു നെക്ലസ് ഉണ്ടല്ലോ, അത് റോൾഡ് ഗോൾഡ് ആയിരുന്നു. തിരിച്ചു വന്നിട്ട് നാഗേന്ദ്രൻ ഇതിനെക്കുറിച്ച് ജലജയുടെ ചോദിച്ചപ്പോൾ ജലജ പറഞ്ഞത് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്നാണ് പറഞ്ഞത്. അത് നാഗേന്ദ്രൻ വിശ്വസിച്ചു ചെയ്തു. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഒരു സത്യം മനസ്സിലാവേണ്ടത്, ഈ നാഗേന്ദ്രൻ്റെ റൂമിൽ തന്നെ, അത് ജലജനെ എടുത്തു വെക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആ ഒരു ഷെൽഫ് ഉണ്ടല്ലോ, അതിൽ തന്നെ ആ ഒറിജിനൽ നെക്ലസ് ഉണ്ട്. ഇത് കാണുന്ന നാഗേന്ദ്രൻ ആകെ ഷോക്കായി പോവാണ്. ജലജെ, നീയല്ലേ പറഞ്ഞത് ആ നെക്ലസ് നീ എടുത്തിട്ടില്ലെന്ന്, പിന്നെ ഈ നെക്ലസ് എങ്ങനെ ഇവിടെ വന്നു? അയ്യോ നാഗേന്ദ്രേട്ടാ, ക്ഷമിക്കും നാഗേന്ദ്രേട്ടാ, ആ നെക്ലസ് കണ്ടിട്ട് കണ്ണീന്ന് പോകുന്നില്ല, കൊതി മാറിയില്ല നാഗേന്ദ്രേട്ടാ, അതുകൊണ്ടിട്ടാണ്. നാഗേന്ദ്രേട്ടൻ ഈ കാര്യം ആർത്തും പറയല്ലേ, 2-3 പ്രോഗ്രാം കൂടിയുണ്ട്, അതിനും കൂടി ഇട്ടേണ്ടി ഞാൻ വേണമെങ്കിൽ ഈ നെക്ലസ് തരാം. പക്ഷേ നീ കാണാൻ എൻ്റെ പേര് പോയല്ലോ ജലജ, ഇതെങ്ങനെ മംഗൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടെ തീർന്നു എന്ന് പറയുമ്പോഴേക്കും പ്ലീസ് നാഗേന്ദ്രേട്ട എന്നെ ചതിക്കരുത്. പക്ഷെ നീ എന്നെ ചതിക്കില്ലെന്ന് എന്താ ജലജ ഉറപ്പ്? കാരണം ഇത്രയും ഒരു കാര്യത്തിൽ നീ എന്നോട് കള്ളം പറഞ്ഞില്ലേ, അങ്ങനെ കള്ളം പറയുകയും കള്ളം കാട്ടിയ നിന്നെ ഞാനിനി എങ്ങനെ വിശ്വസിക്കും? നാഗേന്ദ്രേട്ട, നമ്മുടെ 2 മക്കളാണ് സത്യം, ഞാനൊരു കള്ളത്തെയോ ചതിയോ ഒന്നും കാണിക്കില്ല, പ്ലീസ് ഈ കാര്യം പറയല്ലേ നാഗേന്ദ്രേട്ട പ്ലീസ് എന്നൊക്കെ പറയാണ്. ശരി ശരി എന്ന് നാഗേന്ദ്രൻ പണ്ട് തന്റെ ഭാര്യയാണല്ലോ, ക്ഷമിക്കാമെന്ന് വെച്ചിട്ട് നാഗേന്ദ്രൻ ആ കാര്യം വിട്ടുകളയാണ്. പക്ഷെ ജലജ മനസ്സിൽ വിചാരിക്കണം, എൻ്റെ കള്ളത്തരങ്ങളൊക്കെ ഇയാൾ മനസ്സിലാക്കി, ഇനി ഇയാളെ ഭർത്താവായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതിൽ വലിയ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, ഇയാൾ അങ്ങോട്ട് ഒറ്റിക്കൊടുത്താലോ എന്ന് പോലും വിചാരിക്കുകയാണ് നമ്മുടെ ജലജ. ശേഷം അവന്തിക അപ്പൊ ഭയങ്കര കുഞ്ഞാട്ടോ, 1 വയസ്സ് പോലും ആയിട്ടില്ല. അവന്തികനെ കയ്യിലെടുത്തോണ്ട് നമ്മുടെ ജലജ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോവാണ്. അച്ഛാ, എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ, നീ എന്താണെങ്കിലും പറഞ്ഞോ. അത് അച്ഛൻ വിചാരിക്കുന്ന പോലെയല്ല നാഗേന്ദ്രേട്ടൻ, നീ എന്തൊക്കെയാ പറയണത്? അത് ജർമ്മനിയിൽ നിന്ന് ഒരു ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിരുന്നല്ലോ ഒരു നെക്ലസ്, ആ നെക്ലസ് പോലത്തെ ഒരു നെക്ലസ് റോൾഡ് ഗോൾഡ് ഷോപ്പിൽ കൊണ്ടേ പണിയിപ്പിച്ചത് നാഗേന്ദ്രേട്ടൻ തന്നെയാണ്. നീ എന്തൊക്കെയാ പറഞ്ഞത്? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നാഗേന്ദ്രനോ? അതെ, അച്ഛന് ശരിക്കും നാഗേന്ദ്രനെ അറിയില്ലാത്തതുകൊണ്ടാ. അയാൾ ഭയങ്കര ചതിയനാണ് അച്ഛാ. അച്ഛൻ്റെ ഈ സ്വർണം, അച്ഛൻ്റെ വിശ്വാസം നേടിപ്പറ്റാൻ വേണ്ടി അയാൾ പല നാടകവും കളിക്കുകയാണ് അച്ഛാ. അച്ഛൻ കാണണോ ആ ഒറിജിനൽ ആയിട്ടുള്ള ആ നെക്ലസ് എവിടെയാണെന്ന് കാണണോ? അത് റൂമിൽ ആരും അറിയാതെ നാഗേന്ദ്രന്റെ പെട്ടിയിൽ ഷെൽഫിൽ ഭദ്രമായിട്ട് വെച്ചിരിക്കുകയാണ്. ശരി, ഞാനതൊന്ന് വന്ന് കാണട്ടെ എന്ന് മൂർത്തി പറയാണ്. അങ്ങനെ മൂർത്തിയെയും കൂട്ടിക്കൊണ്ട് ജലജ പോകുന്നുണ്ട്. എന്നിട്ട് ആ നെക്ലസ് ഉണ്ടല്ലോ, അത് നമ്മുടെ നാഗേന്ദ്രന്റെ ഷെൽഫിൽ എടുത്തു വെക്കാണ് ജലജ കേട്ടോ. എന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ അച്ഛാ, ഇതേ നെക്ലസ് തന്നെയല്ലേ കാണാതായത്? അതെ, അത് തന്നെയാണ് ഒറിജിനൽ തനി തങ്കം. ഇത് നാഗേന്ദ്രൻ ചെയ്യുന്നു പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഓഹോ, അപ്പൊ അവൻ അങ്ങനത്തെ ഒരു ചതി എന്നോട് ചെയ്തു അല്ലേ? എങ്കിൽ അവൻ ഈ കുടുംബത്തിൽ വാഴിക്കാൻ പാടില്ലല്ലോ. അതെ അച്ഛാ, വാഴിക്കാൻ പാടില്ല. അത് മാത്രമല്ല, നാഗേന്ദ്രൻ എന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാവോ? അച്ഛനെ ഈ വീട്ടുകാരൊക്കെ കബളിപ്പിച്ച് മൂർത്തി ജ്വല്ലറി സ്വന്തമാക്കണമെന്നും വിശ്വാസം നേടിപ്പറ്റാൻ വേണ്ടി അച്ഛന് മുമ്പിൽ അഭിനയിക്കുകയാണെന്നും അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ? ജലജെ, ഇങ്ങനത്തെ ഒരു ചതിനായിട്ടുള്ള ഭർത്താവിനെ നിനക്ക് ആവശ്യമുണ്ടോ? നിന്റെ മക്കൾക്ക് ഇതുപോലത്തെ ചതിനായിട്ടുള്ള അച്ഛനെ നിനക്ക് ആവശ്യമുണ്ടോ? നീ പറ. നീ വേണ്ട എന്നാണ് മറുപടി പറഞ്ഞെങ്കിൽ അവൻ ഞാൻ ഈ വീടിന്റെ പടി കെടുത്തു. നീ പറ ജലജെ, നിന്റെ അഭിപ്രായം, നിന്റെ മറുപടി പോലിരിക്കും എൻ്റെ അടുത്ത തീരുമാനം. ഇത് കേട്ട് ജലജ പറയണ്ട, അയ്യോ അച്ഛാ, എനിക്ക് ഇങ്ങനത്തെ ഒരാൾ ഭർത്താവായിട്ട് വേണ്ട അച്ഛാ. ഇങ്ങനത്തെ ഒരു ചതിയനെ നുണയനെ എനിക്ക് എൻ്റെ മക്കളുടെ അച്ഛനായിട്ട് വേണ്ട അച്ഛാ. അങ്ങനത്തെ ഒരു ഭർത്താവിന് എനിക്ക് വേണ്ട, എൻ്റെ മക്കൾക്ക് അങ്ങനത്തെ ഒരു അച്ഛനെയും വേണ്ട. അച്ഛൻ എന്താ തീരുമാനിച്ചോ? അച്ഛൻ്റെ കൂടെ ഈ മകൾ ജലജയുണ്ട് എന്ന് പറയാണ്. എങ്കിൽ നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, ഞാനിപ്പം തന്നെ നാഗേന്ദ്രൻ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അതെന്തിനാ അച്ഛാ? അയാൾക്കൊന്നും ചോദിക്കാനും പറയാനും നിൽക്കേണ്ട, അങ്ങോട്ട് ആട്ടി വിട്ടേക്കച്ചാ എന്ന് പറയണം. ശരി, ആട്ടി വിടാൻ തന്നെയാണ് പോണത്. പക്ഷെ അതിനു മുമ്പ് അവൻ്റെ മുഖത്ത് നോക്കി എനിക്ക് 2 വർത്താനം പറയണം. അച്ഛാ, അതൊക്കെ വേണോ? എന്തിനാ അച്ഛാ നമ്മൾ നമ്മുടെ സ്റ്റാറ്റസും പേരൊക്കെ കളയണത്? അത് വേണം എന്ന് പറയാണ്. എന്നിട്ട് നാഗേന്ദ്രനെ വിളിക്കേണ്ട മുത്തശ്ശൻ. എന്നിട്ട് നാഗേന്ദ്രത്തെ ഒറിജിനൽ നെക്ലസ് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് നീ നിന്റെ റൂമിൽ ഒളിപ്പിച്ചു വെച്ചു ഇരിക്കുകയായിരുന്നല്ലേ? അയ്യോ അങ്കിളെ, അല്ല അങ്കിളെ, ഒരിക്കലും അല്ല അങ്കിളെ. എല്ലാം പറഞ്ഞു ജലജ, എന്നോട് എല്ലാം പറഞ്ഞു. ജലജെ, നീ? അതെ,
നിങ്ങളല്ലേ ഈ നെക്ലസ് ഒളിപ്പിച്ചത്, കോടിക്കണക്കിന് രൂപ മതിപ്പുള്ള നെക്ലസ് ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളല്ലേ ഇത് ഒളിപ്പിച്ച് വെച്ചത്. ഞാൻ അച്ഛനോടെല്ലാം സത്യം പറഞ്ഞു. എനിക്ക് അച്ഛനെ ചതിക്കാൻ സാധിക്കില്ല. അനാഥയായിട്ടുള്ള എന്നെ എടുത്തു വളർത്തി ഈ നിലയിലെത്തിച്ചത് എൻ്റെ അച്ഛനും അമ്മയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ചതിക്കാനൊന്നും എനിക്ക് പറ്റില്ല. നാഗേന്ദ്രൻ്റെ അച്ഛ ഈ ചതി എല്ലാം ചെയ്തത് എന്ന് പെട്ടെന്ന് നാഗേന്ദ്രൻ ഒറ്റവാണ് ഒരൊറ്റ അടി വെച്ച് കൊടുക്കുകയാണ് മുത്തശ്ശൻ നാഗേന്ദ്രന്റെ മുഖത്തേക്ക്. എന്നിട്ട് അവിടുന്ന് പടി ഇറക്കി വിടുകയാണ്. അപ്പൊ അവസാനം നാഗേന്ദ്രൻ ചോദിക്കേണ്ട ജലജെ, നീ എൻ്റെ കൂടെ ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ മക്കളെയും കൂട്ടിക്കൊണ്ട്, കുടിലാണെങ്കിൽ ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കാം. അയ്യേ എനിക്കൊന്നും വരാൻ പറ്റില്ല, ഇത്രയും സുഖസൗകര്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരണമെന്നോ? ഒരിക്കലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ പടി ഇറക്കി വിടുകയാണ് നമ്മുടെ നാഗേന്ദ്രൻ അന്ന് മനസ്സിൽ ഉറപ്പിച്ചാണ് ഇവരെക്കാളും വലിയ നിലയിൽ എത്തിച്ച്, അത് കള്ളക്കടത്ത് കാണിച്ചോ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇവരെക്കാളും വലിയ നിലയിൽ എത്തിയിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ പകരം വീട്ടുന്നു. അങ്ങനെയാണ് ഇപ്പത്തെ നാഗേന്ദ്രൻ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളും കഥകളൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ എന്താണ് ആ ഒരു ശങ്കരേട്ടൻ ആദർശനോട്ട്. അപ്പൊ ആദർശന് അത് കേൾക്കുമ്പോൾ ആദർശന് വല്ലാത്ത വിഷമമാവുന്നുണ്ട്. കാരണം ഇത്രയും നല്ലൊരു മനുഷ്യനെ ജലജപ്പച്ച് തന്നെയാണ് ചീത്താക്കിയതെന്ന് മനസ്സിലാക്കുമ്പോൾ ആദർശനൊരു ആഗ്രഹം. കാരണം അദ്ദേഹത്തിന്റെ പകയും വിദ്വേഷവും വിരോധവും കൊണ്ടാണ് ഇങ്ങനെ മറ്റുള്ളവർക്ക് പെരുമാറുന്നത് ആദർശന് നന്നായിട്ട് മനസ്സിലായി. അങ്ങനെയുള്ള നാഗേന്ദ്രനെ ഒന്ന് കാണാൻ പോകാൻ തന്നെ ആദർശ് തീരുമാനിക്കാട്ടോ. അങ്ങനെ ആദർശ് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് നാഗേന്ദ്രനെ കാണാനായിട്ടാണ്. നാഗേന്ദ്രൻ എവിടെയാണെന്ന് അറിയില്ല, എന്നാലും നമ്മുടെ സേവ്യറിനെ വിളിച്ച് അന്വേഷിച്ച് നാഗേന്ദ്രന്റെ ആ ഒരു മൊബൈൽ നമ്പർ ട്രാക്ക് ചെയ്ത് നാഗേന്ദ്രൻ എവിടെയാണെന്ന് മനസ്സിലാക്കാണ് ആദർശ്. ശേഷം അവിടേക്ക് പോവാണ്. അങ്ങനെ അവിടെ നാഗേന്ദ്രൻ ഉണ്ടാവോട്ടോ. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തിനാ ഇവിടേക്ക് വന്നു ചോദിക്കുമ്പോൾ അങ്കിളെ അങ്കിളെന്നോ ഇത്ര നാൾ നീ എന്നോട് എടാ പോടാ എന്നൊക്കെയല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം എന്താ ഒരു അങ്കിളെന്ന് വിളി? അത് എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായി അങ്കിളെ. സത്യം പറഞ്ഞാൽ അങ്കിള് ഒരു ചതിയും കാണിച്ചിട്ടില്ല. 22 വർഷം മുമ്പുള്ള കഥ ഞാൻ കേട്ടു, ഞാൻ മനസ്സിലാക്കി. നിന്റെ മുത്തശ്ശനും ആ വീട്ടുകാരും പോലും മനസ്സിലാക്കാത്ത നീ അതെങ്ങനെ മനസ്സിലാക്കി? അത് അങ്കിളിനെ ശങ്കരേട്ടൻ അറിയില്ലേ? മുമ്പ് നമ്മുടെ മൂർത്തി ജ്വല്ലറിയിലെ ഡിസൈനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്വർണ്ണപ്പണിക്കാരൻ ശങ്കരേട്ടൻ ചേട്ടനോട് സത്യങ്ങളൊക്കെ പറഞ്ഞു. അങ്കിളെ എനിക്ക് മനസ്സിലായി അങ്കിളുടെ നിരപരാധിത്വം. അങ്കിളൊരു പാവമായിരുന്നു. ജലജാപ്പച്ചി അവര് അന്നും ചതിയെത്തിയായിരുന്നു, ഇന്നും ചതിയെത്തിയായിരുന്നു. അവരുടെ ചതിയിൽ പെട്ടുപോയതാണ്. അങ്കിളുടെ സ്ഥാനത്ത് ആരാണെങ്കിലും പക കൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ. പിന്നെ മുമ്പത്തെ കാലത്ത് ഇത് തെളിയിക്കാനുള്ള മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ പല മാർഗങ്ങളിലൂടെയും ഇതൊക്കെ തെളിയിക്കാൻ സാധിക്കും. അങ്കിളെ നോക്ക്, അങ്കിൾ ആ പഴയ പോലെ വിശ്വസ്തനായിട്ടുള്ള ആ നാഗേന്ദ്രനാവുകയാണെങ്കിൽ അങ്കിളെ ഞാൻ മുത്തശ്ശിന് മുമ്പിൽ എത്തിക്കും. സത്യങ്ങളൊക്കെ തെളിയിച്ച് അങ്കിളുടെ ആ ഒരു പരിശുദ്ധി ഞാൻ മുത്തശ്ശിന് മുമ്പിൽ തെളിയിക്കും. വേണ്ട, എനിക്കിനി ആരെയും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ആ വീട്ടിൽ ഒരു ബന്ധവുമില്ല. ആദർശ് പറയണ്ട്, വേണ്ട അങ്കിളെ അങ്ങനെ പറയല്ലേ. നോക്ക്, മുത്തശ്ശൻ അന്ന് സ്വന്തം മകളായിട്ടുള്ള ജലജനെ വിശ്വസിച്ചു പോയി, അതാണ് ചെയ്ത തെറ്റ്. അങ്കിൾ അതൊക്കെ ക്ഷമിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അങ്കിളെ ഈ വിദ്വേഷവും പകയൊക്കെ ഒന്ന് വിട്ടുകള. കുറച്ച് ദിവസങ്ങൾ എനിക്കൊന്ന് സമയം താ. അങ്കിൾ ചതിച്ചിട്ടില്ല, ജലജാപ്പച്ചിയാണ് ചതിച്ചെന്നുള്ള സത്യം ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ് തെളിയിച്ച് അങ്കിളെ കുറ്റക്കാരനാക്കിയ മുത്തശ്ശനെ കൊണ്ട് അങ്കിളുടെ മാപ്പ് പറയിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് ആദർശ് പറയാണ്. അങ്ങനെ ആദർശും നയനയും നമ്മുടെ നാഗേന്ദ്രന്റെ കൂടെ നിന്ന് നാഗേന്ദ്രൻ ആ പഴയ നാഗേന്ദ്രൻ നന്മയൊക്കെയുള്ള നാഗേന്ദ്രനാക്കി മാറ്റാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.